ലൈഫ് ഈസ് ഗ്രീൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇത് ഈ ക്രിസ്തുമസിനെ ഞങ്ങളുണ്ടാക്കിയ പുൽക്കൂടാണ്. ഇതിലിപ്പോൾ വ്യക്തമായിട്ട് കാണാനുണ്ടാകും. ഇവിടെ ഈ പുൽക്കൂടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വെള്ളം ഒഴുകി വീഴുന്നതാണ് ഈ കുളത്തിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ആർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പുൽക്കൂടിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് മലയാണ്. മല ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പഴയ കട്ടയും കല്ലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പേപ്പറിൽ മൈദ കുറുക്കി അത് പശയായിട്ട് തേച്ചതിന് ശേഷം അത് ഒട്ടിച്ചേക്കാണ്. അതിന് ശേഷം വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചായം പൂശിയിട്ടുള്ളത്. പച്ച പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ഇനി പുൽക്കൂടിൻ്റെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഒരു കാലിത്തൊഴുത്താണല്ലോ. അപ്പോൾ കാലിത്തൊഴുത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കാർഡ്ബോർഡ് പെട്ടി അതിങ്ങനെ ഒരു ഷേപ്പിൽ വെട്ടിയിട്ട് ഒരു തൊഴുത്തിൻ്റെ ഏതാണ്ടൊരു മാതൃകയിൽ സെറ്റ് ചെയ്തൊക്കെയാണ്. മുകൾ വശത്ത് കാർഡ്ബോർഡ് തന്നെയാണ് ചെരിച്ച് വെച്ചിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൻ്റെ മേൽക്കൂര ഒട്ടിച്ചിട്ട് ഒരു ലൈറ്റ് മഞ്ഞ പെയിൻ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ചുറ്റും കാർഡ്ബോർഡ് തന്നെ കട്ട് ചെയ്തിട്ടാണ് ഒരു ബൗണ്ടറി പോലെ പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി അവിടെ നിങ്ങൾക്ക് കാണുന്നത്, ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പകലാണ്, അപ്പോൾ അവിടെ കാണുന്ന ഒരു നെരിപ്പോടിൻ്റെ ഒരു അടുപ്പിൻ്റെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോട്ടർ തിരിയുന്നത് കൊണ്ടാണ് അതിന് മുകളിൽ ഒരു ഗ്ലാസ് പേപ്പർ റെഡ് വെച്ചിട്ടുണ്ട്, ഉള്ളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അകലെ നിന്നൊക്കെ നോക്കുമ്പോൾ അവിടെ തീ വരുന്ന പോലെ ഉള്ളൊരു പ്രതീതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കാർഡ്ബോർഡിൻ്റെ വീടുകൾ കണ്ടു. വളരെ സിമ്പിളാണ്. ചെറിയൊരു കാർഡ്ബോർഡ് വെട്ടി ഉണ്ടെങ്കിൽ ആർക്ക് വെട്ടി ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ റോഡുകൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മണ്ണ് വെള്ളം ചേർത്ത് കുഴച്ചിട്ട് അതാദ്യം ഇങ്ങനെ ഒരു റോഡിൻ്റെ മാതൃകയിൽ പൊത്തി വെച്ചേക്കാണ്. അതിന് മുകളിൽ വൈറ്റ് സിമെൻ്റ് അല്ലെങ്കിൽ കുമ്മായോ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ കാണുന്നതൊരു കിണറായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൗള്, അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനിങ്ങനെ ഒരു എന്താ പറയുക ഒരു പിടുത്തൊക്കെ വെച്ച് ഒരു കിണറിൻ്റെ ഒരു ലുക്ക് വരുത്തിയിട്ടുണ്ട്. ഇനി പഴയൊരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്തൊരു സൈക്കിളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത്തവണ ചാമ തിന മുളപ്പിക്കാനായിട്ട് ഇത്തിരി വൈകിപ്പോയി. അതിൻ്റെ ഒരു കുറവ് കാണാനുണ്ട്. നടുക്കിൽ കടുകാണ് ഇട്ടത്, ശരിക്കും മുളച്ചിട്ടില്ല. ഇത്തിരി ലേറ്റായി, സമയക്കുറവ് ലേറ്റായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ പുൽക്കൂടിൻ്റെ ഏറ്റവും ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത് ഈ കുളം തന്നെയാണ്. അപ്പോൾ ഇത്തിരി വലിയൊരു കുളമാണ്. ഈ കുളം ഉണ്ടാക്കിയിട്ടുള്ളത് ഏറ്റവും ആദ്യം ഏതാണ്ട് നമുക്ക് ആവശ്യമുള്ളൊരു വലുപ്പത്തിലൊരു കുഴി എടുത്തു. അതിന് ശേഷം സിമെൻറ്റിൻ്റെ ചാക്കല്ല, കോട്ടൺ ചാക്ക്, ചണച്ചാക്ക് നനച്ച് അതിൽ സിമെൻറ്റ് കലക്കിയിട്ട് സിമെൻറ്റിൽ മുക്കിയിട്ട് അടിയിൽ ആദ്യം വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞ് അതിന് മുകളിലെ സിമെൻറ്റ് ഗ്രൗട്ട് എന്നൊക്കെ പറയുമല്ലോ, അത് കലക്കി ഒഴിച്ചിരുന്നു. എന്നിട്ടും ചെറിയൊരു ലീക്ക് കണ്ടു. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ ഇട്ട് അതിന് മുകളിൽ ലൈറ്റ് ബ്ലൂ കളർ കിട്ടുന്നൊരു പെയിൻ്റ് അടിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചേക്കാണ്. എന്നിട്ടാണ് ഈ കുളം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ വെള്ളത്തിൻ്റെ നല്ലൊരു പ്രതീതി വരുന്നുണ്ട്. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഒരു കുടത്തിൽ നിന്ന് അതിലേക്ക് വെള്ളം വീഴുന്ന പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടർ വാങ്ങിക്കാനായിട്ട് കിട്ടും. സാധാരണ നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടുന്ന തരം ഒരു മോട്ടറാണിത്. അപ്പോൾ ഇത് കണ്ടു, 300-400 രൂപയുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ മോട്ടർ ഇട്ടിട്ട് ഒരു ഗാർഡൻ ഓസുമായിട്ട് കണക്ട് ചെയ്തൊക്കെയാണ്. ഈ ഗാർഡൻ ഓസ് പെട്ടെന്ന് കാണാതിരിക്കാൻ വേണ്ടി അതും ഒരു കറുപ്പ് ടേപ്പ് ചുറ്റിയിട്ടുണ്ട്.
ഈ പുല്ലിൻ്റെ ഇടയിലൂടെയാണ് ആ ഗാർഡൻ ഹോസ് പോയിട്ടുള്ളത്. അതിന് കുടത്തിൻ്റെ പിന്നിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഗാർഡൻ ഹോസിനെ അതിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിലൂടെയാണ് വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു കൗതുകം തോന്നുന്ന ഒരു ഭംഗിയുള്ളൊരു മാതൃകയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഒരു മഞ്ഞ് വീഴുന്ന ഒരു പ്രതീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണങ്ങിയ കമ്പുകളിലൊക്കെ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് പഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്. വീടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അലങ്കാരത്തിന് വേണ്ടിയിട്ട് ബലൂണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടിലുള്ള ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടാണ് ഇത് ഭംഗിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കും വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഈസ് ഗ്രീനിൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഇത് നമ്മുടെ പുൽക്കൂട് രാത്രിയിൽ കാണുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കേട്ടോ. ഇത് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ പുൽക്കൂട് കാണുക. ആര് കണ്ടാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളിയാണ്. പ്രത്യേകിച്ചും ഈ ഒരു കുളം, അതുപോലെ ആ കുളത്തിലേക്കുള്ള വെള്ളച്ചാട്ടമൊക്കെ വളരെ എടുത്ത് പറയത്തക്ക ഭംഗിയായിട്ടുണ്ട്. പിന്നെ ചെടികളും മരങ്ങളും ഒക്കെ ലൈറ്റിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ളത് ആ ഒരു കുളവും കുളത്തിലേക്ക് വീഴുന്ന ജലധാരയൊക്കെയാണ്. 2021 ക്രിസ്മസിൻ്റെ ഈ പുൽക്കൂട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരു തവണ നിങ്ങൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ഈ ഒരു മാതൃകയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കണ്ട എല്ലാവരും വളരെ നല്ലൊരു അഭിപ്രായമാണ് ഈ ഒരു പുൽക്കൂടിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈഫ് ഈസ് ഗ്രീനിൻ്റെ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.